പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിഞ്ഞാലക്കുട. ക്രൈസ്തവ ലോകത്തിന് ഇത് സഹനത്തിന്റെയും ആത്മത്യാഗത്തിന്റെയും ദിനങ്ങൾ. യേശുക്രിസ്തു ലോകരക്ഷയ്ക്കായി ജീവൻ വെടിഞ്ഞ് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ സ്മരണ ഇനിയുള്ള ദിനങ്ങളിൽ ക്രൈസ്തവർ ആചരിക്കും. തിരുവത്താഴ സ്മരണ പുതുക്കി പെസഹ തിരുനാൾ ആചരിച്ചു. എളിമയുടെ തിരുനാൾ കൂടിയാണ് പെസഹ. ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ യേശു 12 ശിഷ്യന്മാർക്കൊപ്പം ഒടുവിലത്തെ അത്താഴത്തിനിരുന്നു. വിഭവങ്ങൾ വിളമ്പും മുൻപ് ശിഷ്യരുടെയെല്ലാം കാൽ കഴുകി തുടച്ച യേശുദേവൻ എളിമയുടെ മഹാമാതൃകയാണ് പകർന്നു നൽകിയത്. തുടർന്ന് അവിടുന്ന് അത്താഴം വിളമ്പി സ്വന്തം മാംസരക്തങ്ങളും ശിഷ്യർക്ക് വിഭജിച്ചു നൽകിയ യേശുദേവൻ പുതിയ ബലി സ്ഥാപിച്ചു. ക്രൈസ്തവർക്ക് പെസഹ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ കൂടിയാണ്. അത്താഴത്തിന് ശേഷം യേശുവിനെ ശിഷ്യനായ യൂദാസ് കവിളിൽ ചുംബിച്ച് ഒറ്റിക്കൊടുത്തു. തിരുവെഴുത്തുകൾ നിറവേറ്റപ്പെട്ടപ്പോൾ യേശുവിൻ്റെ പീഡാസഹനത്തിനും കുരിശുമരണത്തിനും തുടക്കമായി. ക്രൈസ്തവർക്ക് ഈ ഓർമ്മകൾ അനുതാപത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെതുമാണ്. വ്രതശുദ്ധിയിൽ തന്നെ ദൈവത്തിൽ സമർപ്പിക്കുന്ന ദിനങ്ങൾ. സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന പ്രത്യേക തിരുക്കർമ്മങ്ങൾക്ക് രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമായ വിശുദ്ധ കുർബാനയുടെ സ്ഥാപന ദിനം, പൗരോഹിത്യത്തിൻ്റെ സ്ഥാപന ദിനം. ഈശോ പ്രതീകാത്മകമായിട്ട് ശിഷ്യ സമൂഹത്തിന് പാദങ്ങൾ കഴുകി മാതൃക നൽകിയ ദിവസം, സ്നേഹത്തിൻ്റെ വിശുദ്ധ കൽപ്പന നൽകിയ ദിവസം. ഈ ദിനത്തിൻ്റെ എല്ലാ കൃത്യമായിട്ടുള്ള മംഗളങ്ങളും പ്രാർത്ഥനാപൂർവം നിങ്ങൾക്ക് ഏവർക്കും ഞാൻ നേരുകയാണ്. ഈശോ മിശിഹായ്ക്ക് എപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയാകട്ടെ, മേൽപ്പെട്ട ശുശ്രൂഷയാകട്ടെ, വിശുദ്ധ കുർബാനയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ശുശ്രൂഷ എനിക്ക് ചിന്തിക്കാനാകില്ല. അനുദിന ജീവിതത്തിന്, എൻ്റെ ജീവിതത്തിന് കരുത്തും ശക്തിയും പ്രദാനം ചെയ്യുന്നത് വിശുദ്ധ കുർബാനയാണ്. ഇത് എൻ്റെ മാത്രമല്ല, പൗരോഹിത്യ ജീവിതത്തിലായിരിക്കുന്ന മാർപ്പാപ്പ മുതൽ കർദിനാൾമാർ മുതൽ മെത്രാന്മാർ മുതൽ പുരോഹിതര് മുതൽ എല്ലാവരുടെയും സമർപ്പിത ജീവിതത്തിലായിരിക്കുന്ന എല്ലാ സമർപ്പിതരുടെയും ക്രൈസ്തവ കുടുംബ ജീവിതം നയിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം. വിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമാണ്. എല്ലാവർക്കും ആ ദിവ്യകാരുണ്യത്തെ ഒരു നിമിഷം അവിടെ ഇരുന്നു കൊണ്ട് ആരാധിക്കാം. Make that say,
സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന സർക്കാരാണ് LDF സർക്കാരെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി CS സുജാത. LDF ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ ആർ ബിന്ദുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പൂതംകുളം മൈതാനിയിൽ സംഘടിപ്പിച്ച വനിതാ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. പ്രഖ്യാപിച്ചത് നടപ്പാക്കുകയെന്നതാണ് LDF നയം. കേരളത്തിൽ ഗ്യാരണ്ടികൾ പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും പ്രഖ്യാപിച്ച ഗ്യാരണ്ടികൾ നടപ്പാക്കിയിട്ടില്ല. CS സുജാത ചൂണ്ടിക്കാട്ടി. കേരള മഹിളാ സംഘം മണ്ഡലം പ്രസിഡന്റ് അൽഫോൻസ തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KR വിജയ, കേരള മഹിളാ സംഘം ജില്ലാ നിർവാഹക സമിതി അംഗം KS ജയ, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല ബാബു, സജിത ഷേബർ എന്നിവർ പ്രസംഗിച്ചു. നേരത്തെ കുട്ടംകുളം പരിസരത്തു നിന്നും ആരംഭിച്ച റാലി പൂതംകുളം മൈതാനിയിൽ സമാപിച്ചു. നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ വികസന നായിക ഡോക്ടർ ആർ ബിന്ദു ഇതാ കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, അഭിവാദ്യം ചെയ്യുക. മാത്രമായി അവശേഷിച്ചു പോകുമായിരുന്ന ഇരിങ്ങാലക്കുടയുടെ ടാണ ചന്ദ്രകുന്ന് റോഡ് വികസനം 52 കോടി രൂപ ചെലവിൽ നടപ്പാടുന്ന നിലയിൽ യാഥാർത്ഥ്യമാക്കുന്ന വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ ഇതാ കടന്നു വരികയാണ്. ആശീർവദിക്കുക, അഭിവാദ്യം ചെയ്യുക. ജനങ്ങളോട് പറഞ്ഞ ആ 5 വർഷം മുമ്പുള്ള കാര്യം അവരെ വീണ്ടും ഇവിടെ ആവർത്തിച്ചു. 5 വർഷത്തിന് ശേഷം വീണ്ടും അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നമ്മുടെ ഈ മണ്ഡലത്തിലെ വോട്ടർമാരെ സമീപിക്കുമ്പോൾ തികഞ്ഞ അഭിമാനത്തോടെ അവർക്ക് ജനങ്ങളോട് അഭ്യർത്ഥിക്കാം, ഞാൻ വാക്ക് പാലിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ വാക്ക് പാലിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചതുകൊണ്ടാണ്. സുപ്രധാനമായിട്ടുള്ള ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുവാൻ അവർക്ക് അവസരം ലഭിച്ചു. ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ സമഗ്രമായ വികസനത്തിനും പുരോഗതിക്കും മഹത്തായ സംഭാവന നൽകുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ജനപ്രതിനിധിയാകാൻ സാധിച്ചപ്പോൾ ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുവാൻ അവർക്ക് സാധിച്ചു. അഴിമതിരഹിതമായി സത്യസന്ധമായി ഈ നാട്ടിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച നമുക്കെല്ലാം സഹോദരിയായും സുഹൃത്തായും ഒക്കെ ചേർത്ത് പിടിച്ചു നിർത്താൻ കഴിഞ്ഞ ആളാണ് ഡോക്ടർ ആർ ബിന്ദു.
സമൂഹത്തിൽ മതമൗലിക ശക്തികൾ പിടിമുറക്കുന്ന കാലഘട്ടമാണിതെന്ന് ഹിന്ദു ഐക്യവേദി മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ശശികല ടീച്ചർ. NDA ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി സന്തോഷ് ചെറാകുളത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച വനിതാ സംഗമം ഗായത്രി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് കവിത ബിജു അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ NDA നേതാക്കളായ റിമ പ്രകാശ്, ലീന ഗിരീഷ്, ആർച്ച അനീഷ്, രഞ്ജുഷ മനോജ് എന്നിവർ പ്രസംഗിച്ചു. മാറ്റങ്ങൾ അവരെ സ്വാധീനിക്കാൻ കഴിയണം. നമ്മുടെ വ്യക്തിബന്ധങ്ങളെ കൊണ്ട് അവരെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂ. കള്ളം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ചില ജാടകൾ കാണിച്ചുകൊണ്ട് എന്തെങ്കിലും നേടാമെന്നല്ല പറഞ്ഞു. ഇതൊന്നും വേണ്ട, നമുക്ക് പറയാൻ കള്ളങ്ങൾ വേണ്ട. സത്യമായി തന്നെ പറഞ്ഞാൽ അവന്റെ ഉള്ളിലുള്ള അഭിപ്രായത്തിനനുസരിച്ച് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ അവരൊന്നും ചെയ്യണം. നമ്മൾ പറയുന്നത് അവർ കേൾക്കുക വേണം. നിങ്ങളുടെ മനസാക്ഷി എന്താണോ പറയുന്നത് അതനുസരിച്ച് വോട്ട് ചെയ്യും. അപ്പൊ സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാൻ നമ്മുടെ എല്ലാ സൗഹൃദവും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. അത് കൂട്ടുകാരാകാം, സഹപാഠികളാകാം, സഹപ്രവർത്തകരാകാം, അല്ലെ ആരുമാകാം. എല്ലാ ബന്ധങ്ങളെയും ഈ സമയത്തൊന്ന് സ്വാധീനിക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അതെ, അങ്ങനെയൊക്കെ പറയുമ്പോൾ പ്രശ്നമുണ്ട് അല്ലേ? എന്താ പ്രശ്നം? എന്താണ് സ്ത്രീകൾക്ക് KSRTCയിൽ ഫ്രീ ആണെന്ന് പറഞ്ഞു ഒരു പാർട്ടി. നമ്മൾ പറഞ്ഞാൽ കേൾക്കുമോ? ഓരോരുത്തർ ഇപ്പോഴേ കണക്കൂട്ടി വെച്ചു ഒരു മാസത്തെ ബസ് ചാർജ് എത്ര രൂപ ലാഭം വരും, ഒരു മാസത്തെ ബസ് ചാർജ് എത്ര രൂപ ലാഭം വരും എന്ന് ഇപ്പോഴേ എല്ലാവരും കണക്കാക്കി വെച്ചു. പിന്നെ നമ്മൾ പറഞ്ഞാൽ കേൾക്കുമോ? വണ്ടി ഓടിയാലല്ലേ സ്വതവേ ദുർബല, പോരല് ഗർഭിണി അല്ലേ? അതിന്റെ വരുമാനം കൂട്ടാൻ എന്തെങ്കിലും വഴി പറഞ്ഞിട്ടുണ്ടോ? ഇവരാരെങ്കിലും പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ തന്നെ നടന്നു പോണത് എങ്ങനെയെന്ന് പടച്ച നമ്പരാനെ പോലും അറിയാത്ത അവസ്ഥയിലാണ് അതിന്റെ കഥ പോണത്. ശമ്പളവും പെൻഷനും കിട്ടാതെ എത്ര KSRTC ജീവനക്കാരാണ് മരിച്ചുപോയത്, പെൻഷൻകാർ ആത്മഹത്യ ചെയ്തത് ഒരു പിടുത്തമില്ല. അതില് ഇപ്പോഴുള്ള യാത്രക്കാരുടെ 60% സ്ത്രീകളാണ്. ആ 60% സ്ത്രീകൾക്ക് ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ KSRTCയിൽ ഒട്ടുമിക്ക ട്രിപ്പുകളും കട്ടായി പോകും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വാർദ്ധക്യം വരില്ല. നമുക്കാർക്ക് KSRTCയിൽ ചാർജ് കൊടുക്കേണ്ടി വരില്ല. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എക്സൈസ് നടത്തിവരുന്ന പ്രത്യേക പരിശോധനയുടെ ഭാഗമായി ഡ്രൈഡേ ദിനത്തിൽ വിൽപ്പനയ്ക്കായി വിദേശ മദ്യം സൂക്ഷിച്ചയാളെ അറസ്റ്റ് ചെയ്തു. കോണത്തുകുന്ന് പൈങ്ങോട് സ്വദേശി സുനിൽകുമാറിനെയാണ് ഇരിങ്ങാലക്കുട എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഡ്രൈഡേ ദിനത്തിൽ ഉയർന്ന വിലയ്ക്ക് വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ചിരുന്ന 35 കുപ്പി മദ്യം ഇയാളിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ അഭിജിത്ത് സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ വത്സൻ KK, ദിബോസ് EP, ചന്ദ്രൻ CK, സിവിൽ എക്സൈസ് ഓഫീസർ ഷനുജ് TS എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. ഇരിങ്ങാലക്കുട ശാന്തിനികേതൻ പബ്ലിക് സ്കൂളിന്റെ വാർഷികാഘോഷ പരിപാടികൾ ഇരിങ്ങാലക്കുട ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ ജഡ്ജ് വിവിജ സേതുമോഹൻ ഉദ്ഘാടനം ചെയ്തു. SNES ചെയർമാൻ PK പ്രസന്നൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ഹരീഷ് മേനോൻ, സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന KK സജിതൻ, SMC ചെയർമാൻ PS സുരേന്ദ്രൻ, സ്കൂൾ ഹെഡ് ബോയ് ഹെൻറി ജസ്റ്റിൻ എന്നിവർ ആശംസകൾ നേർന്നു. SNES പ്രസിഡന്റ് സന്തോഷ് ചെറാകുളം സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ ഗീത രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. ചില ദിവസങ്ങളിൽ രാവിലെയും എൻ്റെ കുട്ടികളെ ഇവിടെ കൊണ്ടാക്കുന്നതിന് ഞാൻ എത്തിയിട്ടുണ്ട്. ദൈവദർശനം തൊട്ട് തുടങ്ങിയ അധ്യാപനം ആരംഭിക്കുന്ന ഈ സ്കൂൾ അന്നേ എൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചതാണ്. ആ ഇരിങ്ങാലക്കുടയിലെ മഴകളിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നതിൽ അഭിമാനമുണ്ട്. മാത്രമല്ല, ഒരു വർഷത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂളിൽ എൻ്റെ കുട്ടികളെ ചേർക്കാൻ കഴിയുന്നതിലും എനിക്ക് അഭിമാനമുണ്ട്. വിദ്യ കൊണ്ട് പ്രവർത്തിക്കാവുക, അതാണ് നവോത്ഥാന ശക്തിയുടെ മാറ്റം കേരളത്തിലെടുത്ത മുന്നേറ്റങ്ങളുടെ പ്രധാനമായ ആശയം. ആ ആശയത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നതെന്ന് ഇപ്പോൾ നമ്മൾ കേട്ടു കഴിഞ്ഞ ആനുവൽ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലായിട്ടുള്ളതാണ്. കുട്ടികളുടെ അക്കാദമിക് നിലവാരത്തിൽ മാത്രമല്ല, കലാകായികങ്ങളിലും രക്ഷാകർത്തികളുടെ ആക്ടിവിറ്റിയിലും അവർ മികവ് പുലർത്തുന്നു
ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന വനിതാ കമ്മിറ്റിയുടെ ഉജ്ജ്വല പുരസ്കാരത്തിന് പൂമംഗലം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി രജിത അർഹയായി. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ഔദ്യോഗിക രംഗത്തും സംഘടനാ രംഗത്തും മികവ് തെളിയിച്ച വനിതാ മെഡിക്കൽ ഓഫീസർമാർക്ക് ലഭിക്കുന്ന അംഗീകാരത്തിന്റെ ഭാഗമായാണ് ജില്ലയിൽ നിന്നും പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത്. ജില്ലയിലെ ആയുർവേദ ഡിസ്പെൻസറികൾക്ക് ദേശീയ സംസ്ഥാന അംഗീകാരങ്ങൾ നേടിക്കൊടുക്കുന്ന പ്രവർത്തനങ്ങളിൽ വഹിച്ച വിവിധ സേവന പദ്ധതിയുടെ നിർവഹണം, പ്രചാരണം, ഡിസ്പെൻസറികൾ രോഗി സൗഹൃദവും മനോഹരവുമാക്കി പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കൽ, അസോസിയേഷൻ ജില്ലാ വനിതാ ചെയർപേഴ്സൺ തുടങ്ങി മുൻ വർഷങ്ങളിൽ ചാഴൂർ, പൂമംഗലം ഡിസ്പെൻസറികളിലെ പ്രവർത്തന മികവ് പരിഗണിച്ചാണ് പുരസ്കാരം. തളിയക്കാട്ടിൽ രാഘവ മേനോന്റെയും ചന്ദ്രിക അമ്മയുടെയും മകളും അയ്യന്തോൾ അർച്ചനയിൽ മധു പി നായരുടെ ഭാര്യയുമാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.